ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങൾ അറിയണം എന്ന് കരുതുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ഓരോ കാർഡ്സായിട്ട് നോക്കാം. ഫസ്റ്റ് കാർഡ് സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് 4 ഓഫ് വാൻഡ്സ്, തേർഡ് 10 ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ എനിക്കിതൊന്ന് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, തീയിലൂടെ നടന്നു എന്ന് പറയില്ലേ, അത് തന്നെ. ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടു, ഒരുപാട് നിങ്ങൾ ഫൈറ്റ് ചെയ്തു. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിനായിരിക്കും. റിലേഷൻഷിപ്പ് ആരുമായിട്ടെങ്കിലും സ്നേഹബന്ധത്തിലുള്ളവരായിരുന്നിരിക്കും, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടവരായിരിക്കും. ഒരുപാട് സാക്രിഫൈസുകൾ, ഒരുപാട് ലെസൺസൊക്കെ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചിലപ്പോൾ ഈ പ്രേമബന്ധത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചവരായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾ ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു ഹോപ്പും ഇല്ലാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. എന്തായാലും നിങ്ങൾ ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ചു ഇതിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് എന്നിട്ട് നിങ്ങളുടെ വിൽ പവറിൽ നിങ്ങൾ പിടിച്ചു നിന്നു, നിങ്ങൾ ബാക്കിലോട്ട് പോയില്ല. സോ നിങ്ങൾ ആ പരീക്ഷണത്തിൽ ജയിച്ചു. സോ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് റിവാർഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കല്യാണം, അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഫാമിലി, ഓക്കെ, നിങ്ങൾ ഒരു നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയോടൊപ്പം ഒരു വിവാഹം നടക്കുകയും ആ വിവാഹത്തിൽ നിങ്ങളൊരു നല്ലൊരു ഫാമിലി ബിൽഡ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുകയാണ്. ഇനി റിലേഷൻഷിപ്പിലുള്ളവർ, മീൻസ് കല്യാണം കഴിഞ്ഞിട്ട് അതൊന്നും സെറ്റാവാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്കിപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് ചിലപ്പോൾ വേറെ സ്ഥലം എടുത്ത് മാറാനോ, അപ്പോൾ ഹസ്ബൻഡ് വൈഫ് നിങ്ങൾ മാത്രമായിട്ട് നിങ്ങളുടെ ഒരു പ്രൈവസി വേണം, നിങ്ങൾക്കൊരു ഏരിയ വേണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ മറ്റൊരു വീടെടുത്ത് നിങ്ങൾക്ക് മാറാനൊക്കെ ഉള്ളൊരു സാധ്യത വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് നിങ്ങൾ മാറാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. കാര്യം നിങ്ങൾ അത്രയും കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കഷ്ടത അനുഭവിച്ച് അതിൽ നിന്ന് സ്ട്രെങ്ത് നേടിയവരാണ് നിങ്ങളെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് എന്ത് ചെയ്യുക, പ്രപഞ്ചശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വരൻ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ഈശ്വരൻ നിങ്ങളെ റിവാർഡ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ചോദിച്ച സംഭവം തന്ന് അനുഗ്രഹിക്കാനായിട്ട് പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരിയറിൽ വർക്ക് ചെയ്തവർ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ഒരുപാട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ കൈപിടിച്ച് കയറ്റാൻ ആളില്ലാത്തത് കൊണ്ടോ, പണം ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഈ പറഞ്ഞ പോലെ പേരും പ്രശസ്തിയുള്ളവരുടെ ബന്ധുക്കളോ മക്കളോ ഒന്നും അല്ലാത്തത് കൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു, നിങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 100% എഫോർട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത് മറ്റുള്ളവർ തട്ടി പറിച്ചുകൊണ്ട് പോയി, അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിച്ച് കൊണ്ട് കൈ തരാൻ പോവാണ്. ഓക്കെ, ഇനി ആ പഴയ വിഷമമൊക്കെ മറന്നേക്കാൻ പറയുകയാണ്. നിങ്ങൾ ഇനി വിഷമിക്കേണ്ട, നിങ്ങൾ കഷ്ടപ്പെട്ടു, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു, ഇനി ഇതൊന്നും വർക്ക് ആവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളഞ്ഞു, എന്നെക്കൊണ്ടിത് സാധിക്കില്ല, ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിട്ട് എല്ലാവരും എന്നെ ചവിട്ടി താഴ്ത്തുകയാണെന്നൊക്കെ നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ വിഷമത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ സക്സസ് ആവാൻ പോവാണ്. റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിലും ഒരു ബിഗ് യെസ് വരികയാണ്. നിങ്ങൾ നടക്കാതിരുന്ന കല്യാണമൊക്കെ ആണെങ്കിൽ അത് നടക്കാനുള്ള സാധ്യത കാണുകയാണ്. ഒരു ഹാപ്പി ഫാമിലി ഉണ്ടാവുന്നു. അതുപോലെ ഓൾറെഡി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നിങ്ങൾക്ക് ഫാമിലി, രണ്ട് കുടുംബക്കാരുള്ള പ്രശ്നമൊക്കെ കൊണ്ട് ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രൈവസി, നിങ്ങളുടേതായ ഒരു വീട് എടുത്ത് ഒരു ഹാപ്പി ഫാമിലി രൂപീകരിക്കാനുള്ള സമയം വരികയാണ്. ഓക്കെ, പ്രതീക്ഷയൊന്നും വിടണ്ട. അതുപോലെ കരിയറിൽ കഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോവാണ്. നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ആഘോഷിക്കാൻ ഒരു അവസരം വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളൊരു ഫസ്റ്റ് സക്സസ്സിലെത്താൻ പോവാണ് കേട്ടോ. ഇതുവരെ ഉള്ള പോലെയല്ല, ഇനി തോക്കില്ല, ഇനി നിങ്ങൾ ജയിക്കാൻ പോവാണ്. നിങ്ങൾ വളരെ ഹാപ്പി ആവാനായിട്ട് പോകുന്നൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. വീഡിയോ റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെസ്സേജ് തന്ന യൂണിവേഴ്സിന് നന്ദി പറയുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.